എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും നമസ്കാരം. ഈ പുതുവർഷത്തിൽ ഇ ലേണിംഗ് ഹിന്ദി ആദ്യമായിട്ട് അവതരിപ്പിക്കുന്ന ക്ലാസ് തൂഫാനോങ്കി ഓർ ഘുമാദോ നാവിക് എന്ന 9ാം ക്ലാസ്സിലെ പാഠഭാഗത്തിന്റെ വിശദീകരണമാണ്. तूफानों की ओर घुमा दो नाविक कविता में कवि शिवमंगल सिंह सुमन हमसे कहते हैं साहस और धैर्य के साथ आगे बढ़ना चाहिए. जीवन में चुनौतियों जैसे तूफानों की सामना करना पड़ेगा, लेकिन परिश्रम के साथ साहस के साथ उनका सामना करने की प्रेरणा यह कविता हमको दे रहे हैं. अल्ले ജീവിതത്തിൽ നമുക്ക് ധാരാളം സംഘർഷങ്ങളെ നേരിടേണ്ടി വരും. അതായത് കടലിലെ തിരമാലകളെ പോലെ, കൊടുങ്കാറ്റിനെ പോലെ ജീവിതത്തിൽ നമുക്ക് ധാരാളം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നേരിടേണ്ടതായിട്ട് വരും. ഇത്തരം പ്രയാസങ്ങളെയെല്ലാം പരിശ്രമത്തോടെ, ധൈര്യത്തോടെ, സാഹസികതയോടെ നേരിട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് നയിക്കുവാനുള്ള പ്രേരണയാണ് ഈ കവിത നമുക്ക് തരുന്നത്. അപ്പോൾ ഇതിൽ നമ്മൾ ഓർക്കേണ്ട ഒരു വ്യക്തിത്വമുണ്ട്, സ്റ്റീഫൻ ഹോക്കിങ്സ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ലോകത്ത് അറിയപ്പെടുന്ന ഒരു ആസ്ട്രോഫിസിസ്റ്റാണ് സ്റ്റീഫൻ ഹോക്കിങ്സ്. 1963 21ാമത്തെ വയസ്സിൽ അദ്ദേഹം അമിയോട്രോഫിക് ലാറ്ററൽ സ്ക്ലിറോസിസ് ALS എന്ന് പറയുന്നൊരു രോഗം പിടിപെടുകയുണ്ടായി. ഈ രോഗം പിടിപെട്ടതോടെ അദ്ദേഹത്തിൻ്റെ അവയവങ്ങൾ പതുക്കെ പതുക്കെ പ്രവർത്തനരഹിതമായി. എന്നാലും അദ്ദേഹത്തിൻ്റെ പഠനം തുടർന്നു. ജീവിതത്തിൽ ധാരാളം വെല്ലുവിളികളെ നേരിടേണ്ടതായിട്ട് അദ്ദേഹത്തിന് വന്നു. പക്ഷേ ഹോക്കിങ്സ് അതിനെല്ലാം സധൈര്യം നേരിടുകയും ഒരു കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ സഹായത്താൽ അദ്ദേഹം ലോകത്തോട് എപ്പോഴും ചേർന്നിരിക്കുകയും ചെയ്തു. അങ്ങനെ ഈ രോഗത്തോട് പൊരുതി അദ്ദേഹം ആ ജീവിതത്തെ മുന്നോട്ട് നയിക്കുകയും അറിയപ്പെടുന്ന ഒരു സയൻറ്റിസ്റ്റായിട്ട്, അല്ലെങ്കിൽ ലോകം ആദരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനായിട്ട് അദ്ദേഹം മാറുകയും ചെയ്തു. ഇതുപോലെയാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിലെ വെല്ലുവിളികളെ നേരിടേണ്ടത്. ജീവിതത്തിൽ നമ്മുടെ പ്രയാസങ്ങളെ, ബുദ്ധിമുട്ടുകളെ നമ്മൾ തരണം ചെയ്യേണ്ടതുണ്ട്. അപ്പോഴാണ് നമുക്ക് ജീവിത വിജയം നേടാനാകുക. അപ്പോൾ നമുക്ക് ഈ കവിത ഇന്ന് പഠിക്കണം. അതേപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നു പോകരുത്. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത്. അപ്പോൾ നമുക്ക് ക്ലാസ് തുടങ്ങാം. ഓക്കെ, നമുക്ക് ആദ്യം കവിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാം. തൂഫാനോങ്കി ഓർ ഘുമാദോ നാവിക് എന്ന് ഈ കവിത എഴുതിയിരിക്കുന്നത് ശിവമംഗൽ സിംഗ് സുമൻ ആണ്. അദ്ദേഹത്തെക്കുറിച്ച് കുറച്ച് വിവരങ്ങൾ ഇവിടെ തന്നിട്ടുണ്ട്, നമുക്ക് പരിശോധിക്കാം. ആപ്കാ ജന്മ, അദ്ദേഹം ജനിച്ചത് 5 अगस्त 1915 को. आपकी मृत्यु 27 नवंबर 2002 को हुई. हिंदी साहित्य के अग्रणी प्रगतिशील कवि शिवमंगल सिंह सुमन का जन्म उत्तर प्रदेश के उन्नाव जिले में हुआ था. ഹിന്ദി സാഹിത്യത്തിലെ അഗ്രഗണ്യനായ പ്രഗതിശീല കവിയായ ശിവമംഗൽ സിംഗ് സുമൻ ജനിച്ചത് ഉത്തർപ്രദേശിലെ ഉന്നാവ് ജില്ലയിലാണ്. ഇൻകാ കാര്യക്ഷേത്ര അധികാംശ ശിക്ഷാ ജഗത്ത് സെ സംബന്ധ രഹ. അദ്ദേഹം കൂടുതലും വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ടാണ് പ്രവർത്തിച്ചത്. സുമൻജി പ്രിയ അധ്യാപക്. സുമൻജി ഒരു നല്ല അധ്യാപകനും വിദ്യാർത്ഥികൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു അധ്യാപകനും കുശൽ പ്രശാസക്, നല്ലൊരു നയതന്ത്രജ്ഞനും നല്ലൊരു ഭരണകർത്താവും പ്രഖർ ചിന്തക് ഹെ, അതുപോലെ നല്ലൊരു ചിന്തകനുമായിരുന്നു. പ്രമുഖ രചനായേം ഹില്ലോൽ, ജീവൻ കെ ഗാൻ, യുഗ് കാ മോൽ, മിट्टी की बारात, ये सब आपकी काव्य संग्रह है. महादेवी की काव्य साधना, गीत काव्य, उद्यम और विकास. ഗീതി കാവ്യ, ഉദ്യം ഔർ വികാസ്, ഇതൊക്കെ അദ്ദേഹത്തിൻ്റെ മറ്റു രചനകളാണ്. അദ്ദേഹത്തിന് സാഹിത്യ അക്കാദമി പുരസ്കാരവും പത്മശ്രീ, പത്മഭൂഷൺ എന്നീ ബഹുമതികളും ലഭിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ശിവമംഗൽ സിംഗ് സുമൻ എന്ന ഈ കവിയെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പാഠപുസ്തകത്തിൽ തന്നിരിക്കുന്ന ഇൻട്രൊഡക്ഷൻ തന്നെയാണ് ഞാനിവിടെ വായിച്ചത്. അതെല്ലാവർക്കും മനസ്സിലായല്ലോ. ഇനി നമുക്ക് കവിത പഠിച്ചു തുടങ്ങാം. ഓക്കെ, നോക്കൂ, കവിതയുടെ ആദ്യത്തെ സ്റ്റാൻസ, ആദ്യത്തെ ഭാഗം നമുക്ക് വായിക്കാം. തൂഫാനോങ്കി ഓർ ഘുമാദോ നാവിക് എന്നാണ് നമ്മുടെ കവിതയുടെ പേര്. കൊടുങ്കാറ്റിന് നേരെ തിരിക്കൂ നാവിക എന്നാണ് അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ. നാവിക എന്ന് പറഞ്ഞാൽ തോണിക്കാരനാണ്, തൂഫാൻ എന്ന് പറഞ്ഞാൽ കൊടുങ്കാറ്റ്. അപ്പോൾ കൊടുങ്കാറ്റിന് നേരെ തിരിക്കൂ നാവിക. അപ്പോൾ നമുക്ക് കവിത പഠിക്കാം. तूफानोंगी ओर घुमा दो नाविक निज पदवार, आज सिंधु ने विश्व उगला है, लहरों का यौवन मचला है.
आज हृदय में मोर सिंधु में साथ उड़ा है ज्वार तूफानों की ओर घुमा दो नाविक निज पदवार. ഇനി നമുക്ക് അതിന്റെ ആശയം നോക്കാം. तूफानों की ओर घुमा दो नाविक निज पदवार. यहाँ कवि नाविक से कहता है तूफानों से बचकर नहीं भागो बल्कि तूफानों की ओर अपनी पदवार से नाव को मोड़ दो. പതുവാർ എന്ന് പറഞ്ഞാൽ എന്താണ്? അതെ, പതുവാർ എന്ന് പറഞ്ഞാൽ തുഴയാണ്. അപ്പോൾ കവി നാവിക് സേ കഹത്തെ ഹേ നാവിക് തൂ അപ്പനെ പതുവാർ സേ തൻ്റെ തുഴ കൊണ്ട് തൂഫാനോങ്കി ഓർ ഘുമാദോ കൊടുങ്കാറ്റിന് നേരെ തിരിക്കൂ. നിന്റെ വള്ളം, നിന്റെ തോണി, നിന്റെ തുഴ ഉപയോഗിച്ച് കൊടുങ്കാറ്റിന് നേരെ തിരിക്കൂ നാവിക. ആജ് സിന്ധുവിനെ വിഷു ഉഗലാ ഹേ. आज सिंधु ने विश्व उगला है. इसका मतलब है समुद्र का रूप आज भयावह है. ഇന്ന് സിന്ധു, സിന്ധു मतलब സമുദ്രം, ഇന്ന് സമുദ്രം വിഷു ഉഗലാ ഹേ, വിഷം പുറപ്പെടുവിക്കുന്നു. അതായത് സമുദ്രം ഇന്ന് വളരെ രൗദ്രഭാവത്തിലാണ്. സമുദ്രത്തിന്റെ ഭാവം വളരെ ഭയാവഹമാണ്. ലഹരോങ്ക യൗവൻ മജലാ ഹേ. അതുപോലെ लहरों का यौवन मचल उड़ा है, अर्थात आज की युवा पीढ़ी कुछ भी करने को तैयार है, उसी प्रकार समुद्र का लहर भी आज कुछ भी तैयार करने को तैयार है. आज कुछ भी करने को तैयार है. സമുദ്രത്തിന്റെ തിരമാലകളിൽ നിന്ന് യൗവനത്തിന്റെ ഉന്മാദമാണ്. യൗവനത്തിൽ നമുക്ക് എന്തും ചെയ്യാനുള്ള സാഹസികത ഉണ്ടാകുന്നത് പോലെ ഇന്ന് സമുദ്രത്തിന്റെ തിരമാലകളിലും യൗവനമാണ്, അതിൻ്റെ ഉന്മാദമാണ്, അതിൻ്റെ എനർജിയാണ്, അതിൻ്റെ ലഹരിയാണ് സമുദ്രം ഇവിടെ പ്രകടിപ്പിക്കുന്നത്. ആജ് ഹൃദയ और सिंधु में साथ उड़ा है ज्वार. आगे कवि कहते हैं आज हृदय में कुछ भी करने का आवेग है. समुद्र में ज्वार उड़ा है. സമുദ്രത്തിൽ തിരമാലകൾ ഉയർന്നു. आज हृदय में मोर सिंधु में साथ उड़ा है ज्वार. आज हृदय में, ഹൃദയത്തിലും, അതായത് കവിയുടെ ഹൃദയത്തിലും സിന്ധുമേം സമുദ്രത്തിലും ജ്വാർ ഉഡാഹെ. ജ്വാർ എന്ന് പറഞ്ഞാൽ എന്താണ്? തിരമാലകൾ. ഉഡാഹെ ഉയരുന്നു, ഒരുമിച്ച്. സാത്ത് ഉഡാഹെ ജ്വാർ, ഒരുമിച്ച് തിരമാലകൾ ഉയരുന്നു. അതായത് ഇന്ന് സമുദ്രത്തില് തിരമാലകൾ ഉയരുന്നത് പോലെ ഈ യുവതലമുറയുടെ ഹൃദയത്തിലും ഈ തിരമാലകൾ ഉയരുകയാണ്. അതായത് ഇന്ന് നമ്മുടെ ഹൃദയത്തിലും തിരമാലകളുണ്ട്. അതായത് എല്ലാത്തിനെയും സാഹസികതയോടെ നേരിടുവാനുള്ള ധൈര്യം നമ്മുടെ ഹൃദയത്തിലുമുണ്ട്. അതുപോലെ സമുദ്രത്തിലും തിരമാലകൾ ഉയരുന്നു. അതുകൊണ്ട് തൂഫാനോങ്കി ഓർ ഘുമാദോ നാവിക് നിജ് പദ്വാർ. അല്ലയോ തോണിക്കാരാ, നീ നിന്റെ പദ്വാർ സേ തുഴ ഉപയോഗിച്ച് കൊടുങ്കാറ്റിന് നേരെ തിരിക്കൂ. ഘുമാദോ തിരിക്കൂ നിന്റെ തോണി. മനസ്സിലായോ? അപ്പോൾ ഇവിടെ കവി പറയുന്നത് ഇന്ന് സമുദ്രത്തില് തിരമാലകൾ ഉയരുകയാണ്, കൊടുങ്കാറ്റ് വീശുകയാണ്. പക്ഷേ ഇവിടുത്തെ യുവാക്കളുടെ ഹൃദയത്തിലും അതിനെ നേരിടുവാനുള്ള സാഹസികതയുണ്ട്, ധൈര്യമുണ്ട്. അതുകൊണ്ടല്ലയോ നാവിക, നീ നിന്റെ തുഴ ഉപയോഗിച്ച് നമ്മുടെ വള്ളം, നമ്മുടെ ഈ തോണി സമുദ്രത്തിന്റെ ഉയർന്ന തിരമാലകൾക്ക് നേരെ തിരിക്കൂ, കൊടുങ്കാറ്റിന് നേരെ തിരിക്കൂ എന്നാണ് കവി ആവശ്യപ്പെടുന്നത്. ജീവിതത്തിൽ നമുക്ക് പല പ്രതിസന്ധികളെയും തരണം ചെയ്യേണ്ടതായിട്ടുണ്ട്. കൈ കഠിനായിयों का सामना करना है. हमें भी इस प्रकार साहस के साथ कठिनाइयों का जीवन में तूफान रूपी कठिनाइयों का സാമ്ന കർണ ഹേ. അതാണ് ഈ കവിതാ ഭാഗത്തില് കവി നമ്മളോട് പറയുന്നത്. എല്ലാവർക്കും അത് നന്നായിട്ട് മനസ്സിലായോ? എന്നാൽ നമുക്ക് അടുത്ത സ്റ്റാൻസ നോക്കാം. അടുത്തതായിട്ട് കവി പറയുന്നു, ലഹരോങ്കെ സ്വരുമേ കുച്ച് ബോലോ ഇസ് അന്ധड़ में साहस तोलो कभी कभी मिलता है कभी कभी मिलता जीवन में तूफानों का प्यार തൂഫാനോങ്കി ഓർ ഘുമാദോ നാവിക് നിജ് പദ്വാർ. ഇവിടെ കവി പറയുന്നത് എന്താണ്? ലഹരോങ്കെ സ്വരുമേ കുച്ച് ബോലോ. തിരമാലകളുടെ സ്വരത്തിൽ, തിരമാലകളുടെ ശബ്ദത്തിൽ നീ സംസാരിക്കൂ, നീ പറയൂ.
തിരമാലകളുടെ ശബ്ദം ഹുങ്കാരമാണ്, ഉയർന്ന ശബ്ദമാണ്. ആ ഉയർന്ന ശബ്ദത്തിനെ നീ അതേ ശബ്ദത്തിൽ നേരിടൂ. ഇസ് അന്ധഡ് മേം സാഹസ് തോലോ, അതുപോലെ തന്നെ ഇസ് ഭയാനക് അന്ധഡ് യാ ആന്ധി മേ, കൊടുങ്കാറ്റിൽ അപ്പനെ സാഹസ് കോ തോലോ, നീ നിന്റെ സാഹസികതയെ തോലോ, തോൽന മത്ലബ് അളക്കുക. അതായത് തൂ അപ്പനെ സാഹസ് കോ ബനായെ രഖോ, നീ നിന്റെ സാഹസികത ധൈര്യം നിലനിർത്തൂ. അതിന് നീ തിരമാലകളോട് അതേ സ്വരത്തിൽ പ്രതികരിക്കൂ. കഭി കഭി മിൽത്താ ജീവൻ മേം തൂഫാനോങ്കാ പ്യാർ. എന്നിട്ട് കവി പറയുന്നു, തൂഫാനോങ്കാ ആംനാ സാംനാ കർണേ കാ അവസർ വിരളേ ഹി ഹോത്താ ഹേ. ഇത്തരം കൊടുങ്കാറ്റുകളെ നേരിടുവാനുള്ള അവസരം നമുക്ക് വളരെ വിരളമായാണ് ലഭിക്കുന്നത്. കഭി കഭി മിൽത്താ ഹേ, കൂടെ കൂടെ ലഭിക്കുന്നു. ജീവൻമേ, നമുക്ക് ജീവിതത്തിൽ തൂഫാനോങ്കാ പ്യാർ, കൊടുങ്കാറ്റുകളുടെ സ്നേഹം. അതായത് കൊടുങ്കാറ്റുകളെ നേരിടുവാനുള്ള അവസരം ജീവിതത്തിൽ നമുക്ക് എല്ലായ്പ്പോഴും ലഭിക്കുന്നതല്ല, അത് വല്ലപ്പോഴും മാത്രം ലഭിക്കുന്നതാണ്. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ പ്രയാസങ്ങളെ നേരിട്ട്, ബുദ്ധിമുട്ടുകളെ നേരിട്ട് ജീവിതത്തെ മുന്നോട്ട് കൊണ്ടുപോകേണ്ടതുണ്ട്. ഇത്തരം പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും നമുക്ക് ജീവിതത്തിൽ എല്ലായ്പ്പോഴും അനുഭവിക്കേണ്ടി വരുന്നതല്ല. അത്തരം അനുഭവങ്ങൾ നമുക്ക് ജീവിതത്തിൽ വല്ലപ്പോഴുമാണ് ഉണ്ടാകുന്നത്. പക്ഷേ ഇത്തരം പ്രയാസങ്ങളെ, തടസ്സങ്ങളെ നേരിടുമ്പോഴാണ് നമ്മൾ നമ്മുടെ യഥാർത്ഥ ശക്തി തിരിച്ചറിയുന്നത്. അതുകൊണ്ടാണ് കവി നാവികനോട് പറയുന്നത്, നീ ലഹരോങ്കേ സ്വരമേം കുച്ചു പോലോ, തിരമാലകളുടെ ഹുങ്കാര ശബ്ദത്തിൽ തന്നെ നീ അവയോട് പറയൂ. ഈ കൊടുങ്കാറ്റിൽ നീ നിന്റെ സാഹസികതയെ നിലനിർത്തൂ. ജീവിതത്തിൽ ഇത്തരം പ്രയാസങ്ങളെ നേരിടുവാനുള്ള തൂഫാനോങ്കോ സാമ്ന കർണേക്ക, കൊടുങ്കാറ്റുകളെ നേരിടുവാനുള്ള അവസരം നമുക്ക് എല്ലായ്പ്പോഴും ലഭിക്കില്ല. കഭി കഭി മിൽത്താ ഹേ, വല്ലപ്പോഴും മാത്രമാണ് ലഭിക്കുന്നത് ജീവൻമേം, ജീവിതത്തിൽ. അതുകൊണ്ടല്ലയോ നാവിക, തൂഫാനോങ്കി ഓർ ഘുമാദോ, നീ കൊടുങ്കാറ്റിന് നേരെ തിരിക്കൂ. നാവിക് നിജ് പദ്വാർ, അല്ലയോ തോണിക്കാരാ, നീ നിന്റെ തുഴ കൊടുങ്കാറ്റിന് നേരെ തിരിക്കൂ. നമ്മുടെ തോണി കൊടുങ്കാറ്റിന് നേരെ തിരിക്കൂ. ഇവിടെ കവി തോണി എന്ന് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ തന്നെയാണ്. കൊടുങ്കാറ്റുകൾ എന്ന് പറയുന്നത് തൂഫാൻ കാ മത്ലബ് ഹേ जो हमको जीवन में कई कठिनाइयों का सामना करना पड़ता है, उसे ही कवि हम तूफान कहते हैं. ജീവിതത്തിൽ നമുക്ക് ധാരാളം പ്രയാസങ്ങളെ നേരിടേണ്ടി വരും. അതിനെയാണ് കവി ഇവിടെ കൊടുങ്കാറ്റ് എന്ന് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, ആ ഒരു ഭാഗവും നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായില്ലേ? അപ്പൊ നമുക്ക് അടുത്തത് പഠിക്കാം. നോക്കൂ, യഹ് അസീം നിജിബ് സീമാ ജാനെ, സാഗർ ഭീ തോ യഹ് പഹചാനെ, മിट्टी के पुतले मानवने कभी न मानी हार, തൂഫാനോങ്കി ഓർ ഘുമാദോ നാവിക് നിജ് പദ്വാർ. അടുത്തതായിട്ട് കവി പറയുന്നു, യഹ് അസീം നിജ് സീമാ ജാനെ. മൂന്നാമത്തെ ഭാഗത്ത് കവി പറയുന്നു, അസീം സാഗർ ഉൻകി സീമാ ബതാനെ കി ജറൂരത്ത് ഹേ. അസീം, അതിരില്ലാത്ത, നിജ് സീമാ ജാനെ, കൃത്യമായി അതിരില്ലാത്ത, സാഗർ ഭീത്തോ യഹ് പെഹച്ചാനെ, കടൽ, സാഗർ സമുദ്രം, സാഗർ സമുദ്രം, യഹ് പെഹച്ചാനെ, ഇത് തിരിച്ചറിയണം. നോക്കൂ, സാഗരം എങ്ങനെയുള്ളതാണ്, സമുദ്രം എങ്ങനെയുള്ളതാണ്? അസീമാണ്. സീമാ ജാനെ, അതിരില്ലാത്തതാണ്, അതിരറിയാത്തതാണ്. എങ്കിലും ആ സമുദ്രവും യഹ് പെഹച്ചാനെ, ഇത് മനസ്സിലാക്കണം. എങ്കിലും ആ സമുദ്രം ഇത് മനസ്സിലാക്കുക. മിट्टी के पुतले മാനവിനെ, മിट्टी के पुतले മത്ലബ് മണ്ണ് കൊണ്ടുണ്ടാക്കിയ പാവ, മനുഷ്യൻ. കഭീന മാനിഹാർ, ഒരിക്കലും പരാജയപ്പെട്ടിട്ടില്ല. അപ്പൊ സാഗർ കോ ക്യാ ജാനനാ ഹേ? तो कवि कहते हैं, सागर को यह जानना है, मिट्टी के पुतले मनुष्य का नाश करने की शक्ति है, लेकिन तुम यह दिखा दो कि समुद्र के सामने मनुष्य जैसा कमजोर प्राणी भी कभी हार नहीं मानता है. मिट्टी के पुतले എന്നിവിടെ കവി ഉദ്ദേശിക്കുന്നത് നിസ്സാരനായ മനുഷ്യൻ, എല്ലാവരും നിസ്സാരരായി കാണുന്ന മനുഷ്യൻ, പക്ഷേ അവൻ ആരുടെ മുന്നിലും തോറ്റിട്ടില്ല. കഭീന മാനിഹാർ, ഒരിക്കലും തോൽവി സമ്മതിച്ചിട്ടില്ല.
അതുകൊണ്ടല്ലയോ നാവിക തൂഫാനോങ്കിയോർ ഖുമാദോ, നീ നമ്മുടെ തോണി കൊടുങ്കാറ്റിന് നേരെ തിരിക്കൂ. നാവിക് നിജ് പതുവാർ, നിന്റെ തുഴയെറിഞ്ഞ്, നീ നിന്റെ തുഴ ഉപയോഗിച്ച് നമ്മുടെ ഈ തോണി കൊടുങ്കാറ്റിന് നേരെ തിരിക്കൂ. ജീവിതത്തിന്റെ പ്രതിസന്ധികളെ നേരിടൂ. കാരണം മനുഷ്യൻ മിട്ടി കെ പുതലേ ഹേ ലേക്കിൻ വോ കഭി ഹാർ നഹി മാനാ ഹേ, സമുദ്ര को भी यह जानना है, समुद्र को भी यह समझाना है, समुद्र असीम है वो अपने सीमा नहीं जानते हैं, तो भी उसको यह पहचानना है मनुष्य का साहस और धैर्य. സമുദ്രം അതിരില്ലാത്തതാണ്, ശക്തിശാലിയാണ്. പക്ഷേ മണ്ണിന്റെ പാവകളെന്നറിയപ്പെടുന്ന അല്ലെങ്കിൽ നിസാരർ, സമുദ്രത്തിന്റെ മുന്നിൽ നിസാരരായ മനുഷ്യനും തോൽവി സമ്മതിക്കില്ല എന്നുള്ള കാര്യം തിരിച്ചറിയപ്പെടണം. അതുകൊണ്ട് നമ്മുടെ ഈ തോണി ആ കൊടുങ്കാറ്റിന് നേരെ തിരിക്കൂ എന്നാണ് കവി പറയുന്നത്. അതായത് നമ്മുടെ ജീവിതത്തിനെ പ്രതിസന്ധികളെ നേരിടാൻ പ്രാപ്തമാക്കൂ. ആ പ്രതിസന്ധികളെ നേരിടാനുള്ള ധൈര്യവും സാഹസികതയും ആർക്കുണ്ട്? മനുഷ്യർക്ക് ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്ക് നന്നായിട്ട് മനസ്സിലായല്ലോ. ഇനി അടുത്ത നാലാമത്തെ ചൗഥേ അന്തരേമേ, നാലാമത്തെ സ്റ്റാൻസയിൽ കവി പറയുന്നത് നോക്കൂ. सागर की अपनी क्षमता है पर मांझी भी कब थकता है, जब तक सांसों में स्पंदन है उसका हाथ नहीं रुकता है, इसके ही बल पर कर डाले सातों सागर पार, तूफानों की ओर घुमा दो नाविक निज पदवार. देखो आगे कवि कहते हैं सागर की अपनी क्षमता है. സാഗർ കി ക്ഷമത ഹം ജാനത്തെ ഹേ, സമുദ്രത്തിന് അതിൻ്റെ കഴിവുണ്ട്, അതിൻ്റെ ക്ഷമതയുണ്ട്, അത് നമുക്കറിയാം. पर मांझी भी कब थकता है, सागर की क्षमता है लेकिन हमें यह भी सोचना चाहिए, मांझी मतलब नाविक, कभी थकता कहाँ है. മാഞ്ചി എന്ന് പറഞ്ഞാൽ ആരാണ്? നാവികനാണ്. ഒരിക്കലും തളരാറില്ല. കബ് ധഗ്താ ഹേ, കഹാൻ ധഗ്താ ഹേ, എപ്പോഴാണ് തളരുന്നത്? അതായത് സമുദ്രത്തിന് അതിൻ്റെ കഴിവുണ്ട്, പക്ഷേ ആ സമുദ്രത്തിന്റെ കൊടുങ്കാറ്റുകൾക്കും വലിയ തിരമാലകൾക്കും മുന്നിൽ ഒരിക്കലും ഈ തോണിക്കാരൻ തളരാറില്ല. അല്ലെങ്കിൽ ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവാറുണ്ട്, പക്ഷേ ആ പ്രതിസന്ധികൾക്ക് മുന്നിൽ തളരുന്നവനല്ല, അതിനെ സാഹസികതയോടെ നേരിടേണ്ടവനാണ് മനുഷ്യർ. ജബ് തക് സാസോ മേ സ്പന്ദൻ ഹേ उसका हाथ नहीं रुकता है. कवि कहते हैं जब तक सांसें चलती रहती है उसके हाथ भी चलते रहते हैं. എപ്പോൾ വരെ ശ്വാസത്തിന്റെ സ്പന്ദനം ഉണ്ടാകുന്നുവോ, എപ്പോൾ വരെ ജീവൻ നിലനിൽക്കുന്നുവോ, അപ്പോൾ വരെ അവന്റെ കൈകൾ ഹാത്ത് നഹീ രുക്താ ഹേ, നിൽക്കുന്നില്ല, നിലയ്ക്കുന്നില്ല. എപ്പോൾ വരെ ശ്വാസത്തിന്റെ സ്പന്ദനമുണ്ടോ അപ്പോൾ വരെ അവന്റെ കൈകൾ നിൽക്കുന്നില്ല, അവൻ ഈ തോണി തുഴഞ്ഞുകൊണ്ടിരിക്കും. इसके ही बल पर कर डाले सातों सागर पार. ഈ കൈകളുടെ കരുത്തിനാൽ അവൻ നിരന്തരം എന്ത് ചെയ്യുന്നു? പ്രയാസ് കെ ബാവജൂദ്, പ്രയാസ് കർക്കെ സാത്തോ സാഗർ പാർ കർ സകേഗ, 7 സമുദ്രങ്ങളും അവന് കടക്കാൻ കഴിയും. ഈ കൈകളുടെ കരുത്ത് കൊണ്ട് ഇസ്കേ ഹി ബൽ പർ, ഇൻ ഹാത്തോം കെ ഹി ബൽ പർ വഹ് സാത്തോ സാഗർ, 7 സമുദ്രങ്ങളും മറികടക്കാൻ, കടന്നു പോകാൻ ഈ തോണിക്കാരന് കഴിയും. അപ്പൊ നോക്കൂ, സാഗർ കി അപ്പനീ ക്ഷമതാ ഹേ, സമുദ്രത്തിന് അതിന്റെ കഴിവുണ്ട്, പക്ഷെ ഇവിടെ മാഞ്ചി അതായത് തോണിക്കാരൻ അല്ലെങ്കിൽ മനുഷ്യൻ ഒരിക്കലും തളരുന്നില്ല. ജീവിതത്തിൽ ധാരാളം പ്രയാസങ്ങൾ ഉണ്ടാകും, ആ പ്രയാസങ്ങൾക്ക് മുന്നിൽ മനുഷ്യൻ തളരുന്നില്ല. എപ്പോൾ വരെ ജീവൻ നിലനിൽക്കുന്നുവോ, സാസോങ് മേ സ്പന്ദൻ ഹേ, ശ്വാസത്തിന്റെ സ്പന്ദനമുണ്ടോ, അതായത് ജീവൻ നിലനിൽക്കുന്നുവോ, അതുവരെ അവന്റെ കൈകൾ തളരുന്നില്ല, നിലയ്ക്കുന്നില്ല. അതായത് അവൻ തോണി തുഴഞ്ഞുകൊണ്ടേയിരിക്കും. മനുഷ്യനും അവന്റെ സാഹസികതയും ധൈര്യവും ഉപയോഗിച്ച് ജീവിതത്തിന്റെ പ്രതിസന്ധികളോട് മരണം വരെ പോരാടാനുള്ള കരുത്തും ശക്തിയും ഉണ്ട് എന്നാണ് കവി ഇവിടെ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. ഇസ്കേ ഹി ബൽ പർ കർ ഡാലേ,
ഈ തോണിക്കാരൻ അവൻ്റെ കൈകളുടെ ബലത്താൽ, കൈകളുടെ കരുത്തിനാൽ 7 സാഗരങ്ങളും കടക്കുന്നു. അതുപോലെ മനുഷ്യനും നിരന്തരം ഉണ്ടാകുന്ന പ്രതിസന്ധികളെയും ബുദ്ധിമുട്ടുകളെയും മറികടക്കുവാനുള്ള കരുത്തും ശക്തിയും ധൈര്യവും സാഹസികതയും ഉണ്ട് എന്ന് കവി നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. എന്നിട്ട് കവി പറയുന്നു, തൂഫാനോങ്കി ഓർ ഘുമാദോ നാവിക്, കൊടുങ്കാറ്റിന് നേരെ തിരിക്കൂ നാവിക നിജ് പതുവാർ. നിന്റെ തുഴ, പതുവാർ എന്താണ്? തുഴ. നിന്റെ തുഴ ഉപയോഗിച്ചല്ലയോ നാവിക നീ നമ്മുടെ ഈ വള്ളം, നമ്മുടെ ഈ തോണി കൊടുങ്കാറ്റിന് നേരെ തിരിക്കൂ. കാരണം അതിനെ നേരിടുവാനുള്ള സാഹസികതയും ധൈര്യവും മനുഷ്യർക്കുണ്ട്. അപ്പോൾ ഈ കവിത എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായോ? അപ്പോൾ നോക്കൂ കുഞ്ഞുങ്ങളെ, ശിവമംഗൾ സിംഗ് സുമൻ എഴുതിയ തൂഫാനോങ്കി ഓർ ഘുമാദോ നാവിക് എന്ന കവിതയാണ് നമ്മളിവിടെ പഠിച്ചത്. 9ാം ക്ലാസ്സിലെ പാഠഭാഗമാണ്. ആ കവിത എല്ലാവർക്കും നന്നായിട്ട് മനസ്സിലായി കാണുമല്ലോ. മനസ്സിലാവാത്തവർ അവരുടെ സംശയങ്ങളും നിർദ്ദേശങ്ങളും തീർച്ചയായിട്ടും നമ്മുടെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താൻ മറക്കല്ലേ. അതേപോലെ നിങ്ങൾക്ക് നമ്മുടെ ഈ വീഡിയോ ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. ഇഷ്ടപ്പെടാത്തവർ ഡിസ്ലൈക്ക് ചെയ്യാനും മറക്കണ്ട. അതേപോലെ നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ അടുത്ത ക്ലാസ്സിൽ മറ്റൊരു പാഠഭാഗത്തിൻ്റെ വിശദീകരണവുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നമസ്കാരം.